ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതിയും അംഗീകാരവും നൽകിയത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവിൻ്റെ മഹത്വപൂർണമായ സങ്കല്പങ്ങൾ അന്വർത്ഥമാക്കുന്നതിനു വേണ്ടിയുള്ള കടമയായിട്ടാണ്, ചരിത്രപരമായ ദൗത്യമായിട്ടാണ് ശിവഗിരി മഠവും തീർത്ഥാടന കമ്മിറ്റിയും തീർത്ഥാടന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവിടെ ചർച്ചകളിലൂടെ, ചിന്തകളിലൂടെ മുന്നോട്ട് വെച്ച മഹത്തായ ആശയം ശിവഗിരി തീർത്ഥാടനത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടവരെല്ലാം ശിവഗിരി തീർത്ഥാടനം ആധ്യാത്മികപരമായ ഔന്നത്യത്തിലേക്കുള്ള തീർത്ഥാടനം മാത്രമല്ല, ആത്മീയ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും മാനവ സമൂഹത്തിന്റെ ജീവിതഗതികളായ വിഷയങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കാലാനുസൃതമായി ഉയർത്തിരിയുന്ന വളർച്ചയും ഉയർച്ചയും മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ തൊഴിലിൽ, അത് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിയുമോ ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാളത്തെ ജീവിതം മനുഷ്യ നന്മയിൽ ഊന്നിനിന്നുകൊണ്ട്, സാമൂഹിക പുരോഗതിയിൽ ഊന്നിനിന്നുകൊണ്ട്, ഏകത്വത്തിന്റെയും സമത്വത്തിന്റെയും സമദർശനത്തിന്റെയും പാതയിലൂടെ ഈ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള അവസ്ഥാവിശേഷം ശിവഗിരി തീർത്ഥാടനത്തിൽ നടക്കുന്ന ചർച്ചകളിലൂടെ, ചിന്തകളിലൂടെ ഉണ്ടാകണം എന്ന ഗുരുവിന്റെ മഹത്തായ ലക്ഷ്യം അനർത്ഥമാക്കുന്നതിന് വേണ്ടിയാണ് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചർച്ചകൾക്ക്, ചിന്തകൾക്ക് ഈ വേദിയിൽ നടന്നുകൊണ്ടിരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ചറിയ തീർത്ഥാടന ലക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വർത്തമാന സമൂഹത്തിന് അനിവാര്യമായ അത്യാവശ്യമായ ബോധനങ്ങളും ഉപദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ആധ്യാത്മിക ആചാര്യന്മാർ, ഗുരുക്കന്മാർ വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മികപരമായ ഔന്നത്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരെ നന്നാക്കുവാനും അവന്റെ ജീവിത വിജയം അർത്ഥപൂർണ്ണമാക്കുവാനും, അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ലക്ഷ്യബോധമുള്ള, ദിശാബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രഖ്യാപനം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമസ്ഥാനത്ത് ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസത്തെയാണ് പ്രതിഷ്ഠിച്ചത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണം എന്ന ഗുരുവിന്റെ ബോധനം സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ കൊച്ചു കേരളം വിദ്യാഭ്യാസപരമായി വളരെയേറെ വളരുവാനും ഉയരുവാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിദ്യ നൽകുന്ന ആ ഉയർച്ചയും വളർച്ചയും അതിന്റെ പൂർണ്ണതലത്തിലെത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ആത്മപരിശോധന, ആത്മവിചിന്തനം നടത്തേണ്ട ഒരു വർത്തമാന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിലുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ സമീപകാലത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില വെല്ലുവിളികൾ, ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഏതൊരു ദേശസ്നേഹിയെയും ഏതൊരു മനുഷ്യസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി മാത്രം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും സുന്ദര കേരളമെന്നും സാക്ഷര കേരളമെന്നും സാംസ്കാരിക കേരളമെന്നുമെല്ലാം നാം പാടി പുകഴ്ത്തുന്ന കൊച്ചു കേരളത്തിൽ
വരുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആധ്യാത്മിക ആചാര്യന്മാർ വിദ്യാഭ്യാസം എങ്ങനെയാകണം, എന്തിനു വേണ്ടിയാകണം എന്നതിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ നാം സ്വാംശീകരിക്കപ്പെടേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത് വിദ്യാഭ്യാസത്തിലൂടെ വിവേകമുണ്ടാകണം എന്നുള്ളതാണ്. തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവുള്ള വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇത് നന്മയാണ്, ഇത് തിന്മയാണ്, ഇത് സത്യമാണ്, ഇത് അസത്യമാണ്, ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ് എന്നുള്ള തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസമാണ് ഈ വർത്തമാന സമൂഹം ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിലേക്കാണ് കേരളം പോകേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം കേവലം തൊഴിലിനും പണത്തിനും വേണ്ടിയായി മാത്രം അത് പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തൊഴിലുണ്ടാകണം, പണമുണ്ടാകണം. പക്ഷേ വിദ്യ നൽകുന്ന വിവേകത്തെ നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയും. വിദ്യ നൽകുന്ന വിവേകത്തിലൂടെ മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥപൂർണ്ണത ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. ആ ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് വിദ്യാഭ്യാസത്തെ പ്രതിഷ്ഠിച്ചത്. ഇന്നിതോ 93ാമത് തീർത്ഥാടന വേദിയിൽ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്തത് മാറുന്ന വിദ്യാഭ്യാസവും മാറാത്ത മൂല്യങ്ങളും എന്നുള്ള വിഷയമായി. ഏത് രംഗത്ത് വിദ്യാഭ്യാസ രംഗം മാറിയാലും സിലബസുകൾ മാറിയാലും മാറാത്ത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം. വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിവിലൂടെ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണം. ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസമാണ് വിവേകപൂർണമായ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലേക്കാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ 8 ലക്ഷ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചിന്തിക്കുമ്പോൾ സമകാലീന സാഹചര്യമായി കോർത്തിണക്കിക്കൊണ്ട് ഗുരുദേവൻ നിർദ്ദേശിച്ച ആ മഹത്വപൂർണമായ ലക്ഷ്യങ്ങളെ അനർത്ഥമാക്കുവാൻ, അതിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേട്ടങ്ങളുടെ മത്താവിലേക്ക് കൊണ്ടുപോകുവാനുള്ള അവബോധം ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർ ഉണ്ടാകണം എന്ന ഗുരുവിന്റെ കാഴ്ചപ്പാട് വളരെയേറെ വിശാലമായ കാഴ്ചപ്പാട്. അങ്ങനെ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, അവസാനമായി ശാസ്ത്ര സാങ്കേതിക പരിശീലനത്തെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടണം എന്നാണ് പറഞ്ഞത്. ഇന്ന് നാം നിൽക്കുന്നത് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രയുഗത്തിലാണ്. അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയും ഉയർച്ചയും, നന്മയിൽ നിലനിൽക്കുന്ന വളർച്ചയും ഉയർച്ചയും സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അത് കാർഷിക മേഖലയിലായാലും, തൊഴിൽ രംഗത്തായാലും, കൈത്തൊഴിൽ മേഖലയിലായാലും, ഏത് രംഗത്തായാലും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക്, സമൂഹത്തിന് ഉണ്ടാകത്തക്ക തരത്തിലുള്ള ചർച്ചകൾ, അവബോധം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രമാത്രം വളർന്ന് പന്തലിച്ചില്ലാത്ത ആ സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ദീർഘവീക്ഷണത്തോടുകൂടി ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടണം എന്ന് പരാമർശിക്കപ്പെട്ടത്, ഉപദേശിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരു നിർദ്ദേശിച്ച അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും പഠനങ്ങളും നമ്മുടെ നാളത്തെ ജീവിതത്തിന് കൂടുതൽ ഊർജം നൽകുവാൻ കഴിയും, പ്രത്യാശ നൽകുവാൻ കഴിയണം. പ്രത്യാശാഭരിതമായ ജീവിതത്തിലേക്കാണ് ശിവഗിരി തീർത്ഥാടക സമൂഹത്തെ നയിക്കപ്പെടുന്നത്. നമുക്കെപ്പോഴും പ്രത്യാശ ഉണ്ടാകണം. പ്രത്യാശ നശിക്കുമ്പോൾ നിരാശയാണ് ഉണ്ടാകുന്നത്. നിരാശ നമ്മെ കൂടുതൽ ദുഃഖത്തിലേക്ക്, ദുരിതത്തിലേക്ക് എത്തിക്കും.
73ാമത് തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവരുകളാണ്. ലാളിത്യത്തിന്റെയും എളിമയുടെയും